മദീനയിലെ ഒരു സുഹൃത്ത് ഇന്ന് അയച്ചു തന്നൊരു വീഡിയോ ആണിത്. തിരിച്ചൊരു പുഞ്ചിരി പോലും പ്രതീക്ഷിക്കാതെ, ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കാതെ, ആരുടെയും മുഖത്തേക്ക് പോലും നോക്കാതെ തെന്നിലേക്ക് നീളുന്ന കൈകളിൽ ചായയും ഗഹവയും ഹൈസയും കാരക്കയും വെച്ചു കൊടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് മദീനക്കാരെ 45 വർഷം വൈകുന്നേരങ്ങളിൽ ഊട്ടിയ ഒരു മനുഷ്യൻ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതാണ് ആ ഒരു ജന്നത്തുൽ ബഖീൽ ഒരിടം. നമ്മളൊക്കെ ഇങ്ങനെ ദുആ ചെയ്യും, മദീനയിൽ മരിപ്പിക്കണേ, ജന്നത്തുൽ ബഖീൽ ഒരിടം തരണേ. പക്ഷെ അദ്ദേഹം 45 വർഷം ത്യാഗം ചെയ്തിട്ടാണ് ആ ഒരിടം സ്വന്തമാക്കിയത് എന്ന് ആലോചിക്കുമ്പോഴാണ്. അതിലപ്പുറം മദീനയുടെ ഒരു മൂലയിൽ ഒരു ചെറിയ തൂണിൻ്റെ അടിയിലിരുന്ന് തൻ്റെ മുമ്പിലേക്ക് വരുന്നവർക്ക് മാത്രം ചായയും ഗഹവയും കൊടുത്തൊരു മനുഷ്യന് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആരൊക്കെയോ അദ്ദേഹത്തെ കാണുകയോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് ചായ കുടിക്കുകയോ ഒന്നും ചെയ്യാത്തവർ പോലും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയുള്ളവരൊക്കെ വരാനുള്ളത് കൊണ്ടായിരിക്കാം പാതിരാത്രി തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, നിങ്ങളോട് ഇപ്പം തന്നെ പോയിട്ട് ജന്നത്തുൽ ബഖീൽ പോയി അഹ്ലുൽ ബഖീന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക.